പീഡന പരാതിയെ തുടർന്ന് ക്രിക്കറ്റ് കോച്ച് മനുവിനെ മാറ്റി നിർത്തിയിരുന്നതാണെന്ന് KCA പ്രസിഡന്റ് JS ജോർജ് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മനുവിനെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മുന്നോട്ട് വരികയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളും രക്ഷിതാക്കളും മനുവിന് അനുകൂലമായി മൊഴി നൽകുകയായിരുന്നു. അതേസമയം തെങ്കാശിയിൽ ടൂർണമെന്റ് കളിക്കാൻ KCAയോ TDCയോ അയച്ചതല്ല എന്നും JS ജോർജ് പറയുന്നു. രക്ഷകർത്താക്കൾ മുൻകൈയെടുത്താണ് കുട്ടികളെ അയച്ചതെന്നും KCA പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവരും മനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലൊരു എന്താ പറയാ ഒരു മുൻവിധിയോടെയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ കുട്ടികളെയും പേരൻസിനെയും വിശ്വസിച്ചു. കാര്യം 12, 15, 10, 13 വയസ്സുള്ള കുട്ടികളാണ് പറയുന്നത് തിരിച്ചു വരണം, തിരിച്ചെടുക്കണം, ഇത് കള്ളപരാതിയാണെന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവര് പോലീസ് സ്റ്റേഷനിലും ഈ പറഞ്ഞ പേരൻസിലെല്ലാം പോയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് കാണിച്ചു തരാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. പുറത്തുവന്ന വാർത്തകൾ മാതൃഭൂമി ന്യൂസ് ആദ്യം പുറത്തു കൊണ്ടുവന്ന പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത ഈ പ്രധാനപ്പെട്ട വാർത്ത അത് ഭീതി ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് KCA പ്രസിഡന്റ് JS ജോർജ്. പൊതുസമൂഹത്തിന് ആശങ്കയുണ്ട്. ഞാനാണെങ്കിൽ മകളെ പറഞ്ഞയക്കില്ലെന്നും എങ്ങനെ വിടുമെന്നും JS ജോർജ് ചോദിക്കുന്നു. അപ്പോൾ ഇത് ഭീതി ഉളവാക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ മോളെ വിടില്ല, ശരിക്കും എങ്ങനെ വിടും? ഇത് ഓക്കെ, അതിന് വീഴ്ചയുണ്ട്. ഞങ്ങൾ അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സാണ് നിങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തകൃഷ്ണന്റെ റിപ്പോർട്ടാണ് കേരളമാകെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് ക്രിക്കറ്റ് രംഗത്ത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കുറേ ദിവസമായി KCAയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രതികരണങ്ങൾ ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് KCA പ്രതികരിക്കാത്തത് എന്ന ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഈ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്? ഏതെങ്കിലും ഘട്ടത്തിൽ മനുവിനെ ന്യായീകരിക്കുന്നുണ്ടോ? വീഴ്ച ഏറ്റുപറയുമ്പോൾ KCAയുടെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ചയിൽ എന്ത് തിരുത്തലുണ്ടാകുമെന്ന് കൂടി ഇവർ പറയുന്നുണ്ടോ? രതീഷ്, KCAയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. കോച്ച് മനുവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് KCAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു ദുരന്തം സംഭവിച്ചിട്ടാണെങ്കിലും കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ചില തിരുത്തലുകൾ വരുത്താൻ KCA തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രധാനമായും KCA മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് വനിതാ പരാതി പരിഹാര സെല്ല്, അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്ഥിരമായി കൌൺസിലിംഗ് നൽകാനുള്ള സംവിധാനം അടക്കമുള്ളത്. അതിനൊപ്പം തന്നെ KCA എടുത്തു പറഞ്ഞൊരു കാര്യം, മനുവിന്റെ കാര്യത്തിൽ വലിയ വീഴ്ച KCAക്ക് സംഭവിച്ചു. മനു എന്ന് പറയുന്ന ഒരു കുറ്റവാളിയെ തിരിച്ചറിയാതെ പരിശീലനം തുടർന്ന് നൽകുന്നതിന് അനുവദിക്കപ്പെട്ടു എന്നുള്ളത് വലിയ വീഴ്ചയെ തന്നെയാണ് KCA ഇപ്പോൾ അംഗീകരിക്കുന്നത്. ആ നടപടി അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ മാപ്പപേക്ഷിക്കുകയും അതിനൊപ്പം തന്നെ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് KCA കടക്കുകയുമാണെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. മാത്രമല്ല, മനുവിന്റെ പരിശീലകനുള്ള രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായും പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ 2022 ഒരു പരാതി ഉയർന്നപ്പോൾ ആ പരാതിയിൽ മനു കുറ്റവിമുക്തനായി എന്ന ഒറ്റ കാരണത്താൽ മനുവിനെ വീണ്ടും പരിശീലകനായി തുടരാൻ അനുവദിച്ചതിൽ വലിയ പിഴവ് സംഭവിച്ചു എന്ന് KCA ഇപ്പോൾ തുറന്നു പറയുന്നു. ഒരുപക്ഷെ അന്ന് അങ്ങനെ അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്കും കുറേയധികം കുട്ടികൾ അയാളുടെ പീഡനത്തിന് ഇരയാകേണ്ടി വന്നത്. ആ സാഹചര്യം ഇപ്പോൾ KCA തിരിച്ചറിയുകയാണ്. പക്ഷേ 2022 ഈ കേസിൽ സംഭവിച്ച കാര്യങ്ങൾ അത് സംബന്ധിച്ച് സാങ്കേതികമായ വിശദീകരണങ്ങൾ മാത്രമാണ് KCAയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് മനുവിനെ തുടരാൻ അനുവദിച്ചത്, ആ പരാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പരാതി വരുന്നത് വരെ മനുവിനെക്കുറിച്ച് മുൻകൂട്ടി അറിവ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശദീകരണമാണ് KCA ഇപ്പോഴും നൽകുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ പലരും മനുവിനെക്കുറിച്ച് അതിനു മുമ്പും അതിനുശേഷവും ആ സമയത്തുമൊക്കെ പരാതികൾ പറഞ്ഞിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതൊന്നും പക്ഷേ ഒരു ആധികാരികമായ പരാതിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് ആ വിശദീകരണമാണ് KCA നൽകുന്നത്. അതായത് അങ്ങനെ ഔദ്യോഗികമായ ഒരു പരാതി ഒന്നും മനുവിനെതിരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശദീകരണത്തിലൂന്നിയാണ് KCA ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും മനു കുറ്റവാളിയാണ് എന്നുള്ള കാര്യത്തിലേക്ക് KCA എത്തിയിരിക്കുന്നു. മാത്രമല്ല, മനുവിനെ ഇവിടെ തുടരാൻ അനുവദിച്ചതിൽ തെറ്റ് പറ്റി എന്നുള്ള കാര്യവും KCA അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം മനു ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള തുടർ നടപടികൾ, അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടികൾ KCAയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുമാണ് ഭാരവാഹികൾ എന്ന് വിശദീകരിച്ചത്.